വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് വിശുദ്ധരെക്കുറിച്ച് പഠിക്കാം. അവരുടെ ജീവിതത്തെ അറിഞ്ഞ് അവരെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയുടെ പടവുകൾ നമുക്ക് കയറാം. വിശുദ്ധരെ അറിയുകയും വിശുദ്ധരെ അനുകരിക്കുകയും ചെയ്യുക വഴിയായിട്ട് നമുക്ക് വിശുദ്ധരായിട്ട് മാറാൻ പറ്റുമെന്ന് മാത്രമല്ല, മറ്റൊരു ദൈവകൃപയും ഈ വിശുദ്ധരെ അറിയുമ്പോൾ അവരെ ബഹുമാനിക്കുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം അധ്യായം 10 41 വാക്യം ഒരു വാഗ്ദാനം ദൈവവചനം നൽകുവാണ്. ആ വാഗ്ദാനം ഇതാണ്: പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വിശുദ്ധനെ അവനെ വിശുദ്ധനായിട്ട് മനസ്സിലാക്കി, അവനെ അവളെയോ വിശുദ്ധനായിട്ട് മനസ്സിലാക്കി ആദരിക്കുകയും ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യുമ്പോൾ ഈ ദൈവവചനം അനുസരിച്ച് നമുക്ക് ആ വിശുദ്ധർക്ക് ദൈവം നൽകുന്ന പ്രതിഫലം നൽകും എന്നാണ് വചനം പറയുക. നമുക്ക് നേരിട്ട് ഈ വിശുദ്ധരെയൊക്കെ കാണാനും അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവരെ ശുശ്രൂഷിക്കാനും നമുക്ക് സാധിക്കില്ല. മറിച്ച് മരിച്ചു മൺമറഞ്ഞു പോയി എങ്കിലും അവരെയൊക്കെ നമുക്ക് ഓർക്കാം. അവരുടെ വീരകൃത്യങ്ങളെക്കുറിച്ച് അവരുടെ സൽസ്വഭാവത്തെക്കുറിച്ച് നമുക്ക് ആനന്ദിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ പങ്ക് ആ വിശുദ്ധരിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരട്ടെ. ഒരു പക്ഷേ ചിലരുടെയെങ്കിലും മനസ്സുള്ളൊരു ചോദ്യം ഇതാണ്: എനിക്ക് വിശുദ്ധനായിട്ട് മാറാൻ പറ്റുമോ? എന്നെപ്പോലെ ഒരു ബലഹീനനായ വ്യക്തി, എന്നെപ്പോലെ വലിയ അറിവും വലിയ കഴിവൊന്നും ഇല്ലാത്തൊരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിക്ക് വിശുദ്ധനായിട്ട് മാറാൻ വിശുദ്ധയായിട്ട് മാറാൻ സാധിക്കുമോ? അങ്ങനെ സംശയിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന പലരും ഉണ്ട്. ചിലപ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റണ കാര്യമല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇന്നേ ദിവസം നമ്മൾ ഒരു വിശുദ്ധനെ കണ്ടുമുട്ടുകയാണ്. ഒരു വിശുദ്ധൻ മാത്രമല്ല, വലിയൊരു അപ്പസ്തോലൻ കൂടിയാണ് അദ്ദേഹം. ആ അപ്പസ്തോലൻ ദരിദ്രനായിരുന്നു. ഇനി അവൻ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരുന്നു. വലിയ കഴിവോ വലിയ അറിവോ വലിയ സാഹസിക കൃത്യങ്ങളൊന്നും ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നില്ല. സാധാരണക്കാരിലും താഴെ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു മുക്കോ കുടുംബത്തിൽ ഒരു മുക്കോനായിട്ട് ജനിച്ച് ജീവിച്ചു വന്നിരുന്ന ഒരു മനുഷ്യനെ ഇതാ കർത്താവ് വിളിക്കുകയും ആ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വലിയ അപ്പസ്തോലനായിട്ട് അവൻ മാറുകയും ചെയ്തു. ആ അപ്പസ്തോലൻ്റെ പേരാണ് വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹ. യോനായുടെ പുത്രനായിട്ടാണ് അന്ത്രയോസ് ജനിക്കുക. അന്ത്രയോസിൻ്റെ അനിയൻ ശെമ്യോൻ എന്ന് വിളിക്കപ്പെടുന്ന പത്രോസ്. ഇവർ രണ്ടുപേരും സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. പിന്നീട് ഈശോയുടെ ശിഷ്യന്മാരായിട്ട് മാറുകയും ചെയ്തു. ഈ അന്ത്രയോസിനെ ഈശോ വിളിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്ത ആ ഒരു സംഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ 2 രീതിയിലാണ് സുവിശേഷങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സമാന്തര സുവിശേഷങ്ങളിൽ ഈശോ 4 ശിഷ്യന്മാരെ ഒരുമിച്ച് കടപ്പുറത്ത് നിന്ന് വഞ്ചിയും വലയുമായിട്ടിരിക്കുമ്പോൾ വിളിച്ചു എന്നാണ് നാം കാണുക. ആ 4 ശിഷ്യന്മാർ അന്ത്രയോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. 2 സഹോദരങ്ങളാണ്. അന്ത്രയോസും പത്രോസും സഹോദരങ്ങൾ, യാക്കോബും യോഹന്നാനും സഹോദരങ്ങൾ. അപ്പോൾ ഈ സഹോദരങ്ങളെ അവർ വഞ്ചിയും വലയുമായിട്ടിരിക്കാൻ നേരത്ത് അവരെ കടലോരത്ത് നിന്ന് ഈശോ ഒന്നിച്ചു വിളിച്ചു. 4 പേരും ഈശോയെ അനുഗമിച്ചു എന്നാണ് ഈ സമാന്തര സുവിശേഷങ്ങളായിട്ടുള്ള വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക എന്നീ സുവിശേഷകന്മാർ എഴുതി നൽകിയിരിക്കുന്ന സുവിശേഷം കാണുക. എന്നാൽ ഈ 4 സഹോദരൻ തന്നെ പെട്ട ഒരാളായ യോഹന്നാൻ അപ്പസ്തോലൻ എഴുതുന്ന സുവിശേഷത്തിലെ കുറച്ചുകൂടെ വിശദീകരിച്ച് ഈ ഒരു ദൈവവിളിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം അധ്യായം 4 18 മുതൽ വാക്യങ്ങൾ: അവൻ ഗലീലി കടൽത്തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു, സെബദീ പുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിൽ നിന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ 4 പേരെയും ഒരുമിച്ച് വിളിക്കുന്നതാണ്
ഈ മത്തായിയുടെ സുവിശേഷത്തിലും അതുപോലെ മറ്റ് 2 സമാന്തര സുവിശേഷങ്ങളും നാം കാണുക. എന്നാൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷം ഈ 4 പേരിൽ തന്നെ പെട്ടവനായ ഒരുവനായ യോഹന്നാൻ അപ്പോസ്തലൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ദൈവവിളിയെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷത്തിൽ ഈശോ ആദ്യം കൂടെ കൂട്ടുക, അല്ലെങ്കിൽ ഈശോയുടെ കൂടെ ആദ്യം ചേരുക 2 ശിഷ്യന്മാരാണ്. ആ 2 ശിഷ്യന്മാർ ഈശോയുടെ കൂടെ ചേരുന്ന കോണ്ടസ്റ്റ് പ്രകാരമാണ്. ഒരു ദിവസം സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിട്ടുള്ള 2 പേരും ഒത്ത് നിൽക്കുന്ന വേളയിൽ ഈശോ അതിലെ കടന്നു വരുന്നത് കണ്ടു. അപ്പോൾ ഈശോയെ കണ്ടിട്ട് ഇവനാണ് ദൈവത്തെ ഐക്യപ്പെട്ടവനെന്ന് ഈ സ്നാപക യോഹന്നാൻ പറയാണ്. ഈ സ്നാപക യോഹന്നാന്റെ വാക്കുകൾ കേട്ടിട്ട് സ്നാപക യോഹന്നാനെ, അതുവരെ ഗുരുവായിട്ട് കണ്ടിരുന്ന സ്നാപക യോഹന്നാനെ ഉപേക്ഷിച്ച് സ്നാപക യോഹന്നാൻ ആശീർവാദത്തോടെ നിർദ്ദേശത്തോടെ ഈശോയെ അനുഗമിക്കാൻ ആരംഭിക്കുന്ന 2 പേർ. അവരിൽ ഒരാളാണ് അന്ത്രയോസ്. പിന്നെ ഈ അന്ത്രയോസ് പോയി ശിമിയോൻ പത്രോസിൻ്റെ അടുത്ത് പോയിട്ട്, തൻ്റെ അനിയൻ്റെ അടുത്ത് പോയിട്ട്, ഞാൻ ഈശോയെ കണ്ടു, ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞ് ഈശോയിലേക്ക് ശിമിയോൻ പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ഈ ശിഷ്യന്മാരുടെ വിളിയെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചേക്കുക. നമുക്ക് ആ വചനഭാഗം കൂടി ഒന്ന് കേൾക്കാം. യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷം അധ്യായം 1, 35 മുതൽ വാക്യങ്ങൾ. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുക? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമിയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമിയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമിയോനാണ്, കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈശോയുടെ കൂടെ ചെന്ന് ഈശോയെ കണ്ട് ഈശോയുടെ കൂടെ ഒരു ദിവസം താമസിച്ച് ഈശോയെ അനുഭവിച്ച അന്ത്രയോസ് സഹോദരൻ്റെ അടുത്ത് പോയിട്ട് പറയുവാണ്, ഞങ്ങൾ മിശിഹായെ കണ്ടു, ഞാൻ മിശിഹായെ കണ്ടു. മിശിഹ എന്ന വാക്കിന് അർത്ഥം എന്താണ്? അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ക്രിസ്തു എന്നാണ് ആ വാക്കിന് അർത്ഥം. അപ്പോൾ യേശുവിനെ ഒരു ദിവസം കണ്ട് കൂടെ നിന്ന് മനസ്സിലാക്കിയപ്പോൾ ഈശോ അഭിഷിക്തനാണ്, യേശു ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കി വിശുദ്ധ അന്ത്രയോസ്. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ചെയ്ത കാര്യം ഇതാണ്, തൻ്റെ സഹോദരനെയും കൂടെ ആ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക്, രക്ഷകൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മനോഭാവം. ഇതാണ് ഈ വിശുദ്ധ അന്ത്രയോസിനെ കുറിച്ച്, അന്ത്രയോസിൻ്റെ ദൈവവിളിയെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെക്കുക. അങ്ങനെ ഈശോയുടെ കൂടെ കൂടിയ അന്ത്രയോസിന് ഈശോയുടെ അടുത്ത് നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഈശോയുടെ അടുത്ത നല്ല ബന്ധമുള്ളതിൻ്റെ ഒരു അടയാളമാണ്, ഒരു പ്രാവശ്യം ഗ്രീക്കുകാർ ഈശോയെ അന്വേഷിച്ചു വരുമ്പോൾ ഈശോയെ കാണണം, ഈശോയുടെ അടുത്ത് നിന്ന് സംസാരിക്കണം. അങ്ങനെ ആ ആഗ്രഹത്തോടെ പീലിപ്പോസിൻ്റെ അടുത്ത് വന്നാണ് അവർ പറയുക. അപ്പോൾ ഈ പീലിപ്പോസ് നേരെ ഈശോയുടെ അടുത്ത് എന്നിട്ട് ഇതേ ഇങ്ങനെ കുറച്ച് ഗ്രീക്കുകാർ നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഈ പീലിപ്പോസ് ചെയ്യുന്ന കാര്യം, പീലിപ്പോസ് അന്ത്രയോസിൻ്റെ അടുത്തേക്ക് വന്നു. ഈ അന്ത്രയോസും പീലിപ്പോസും കൂടിയാണ് ഈശോയുടെ അടുത്ത് പോയിട്ട് ഇതേ ഗ്രീക്കുകാർ നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറയുക. അപ്പം എന്ന് പറഞ്ഞാൽ ഈശോയുടെ അടുത്ത് വളരെ സ്വാതന്ത്ര്യമുള്ള, ഈശോയുടെ അടുത്ത് എന്നും തുറന്നു പറയാൻ കഴിയുന്ന നല്ല ബന്ധമുള്ള ഒരു ശിഷ്യനായിട്ട് ഈശോയുടെ കൂടെ നടന്നവനാണ് ഈ അന്ത്രയോസ്. അന്ത്രയോസ് അധികമൊന്നും സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. സുവിശേഷങ്ങളിൽ അന്ത്രയോസ് സംസാരിക്കുന്ന ഒരു സന്ദർഭം ഈ പത്രോസിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നതാണ്. മറ്റൊരു സന്ദർഭം ഈ പറഞ്ഞ പീലിപ്പോസിൻ്റെ കൂടെ പോയിട്ട് ഈശോയുടെ അടുത്ത് ഗ്രീക്കുകാർ അന്വേഷിക്കുന്നു പറയുന്നതാണ്. ഇനി വേറൊരു സന്ദർഭം, അതൊരു പക്ഷേ കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ട് കർത്താവിനെല്ലാം ചെയ്യാൻ സാധിക്കും, ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്ന ഒരു സന്ദർഭം കൂടി നാം കാണുന്നുണ്ട്. അത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ആ സമയത്താണ്. അപ്പം വർദ്ധിപ്പിക്കാനായിട്ട് ഈശോ നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മറ്റ് ശിഷ്യന്മാരെ കൈമലർത്തി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ അന്ത്രയോസാണ് ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പം ഉണ്ട് എന്ന് പറയുക. അപ്പം ഇത്രയും ഉണ്ട് കാര്യം. ഈ 5 അപ്പം 5000 പേർക്ക്, 5000 പുരുഷന്മാർ, കൂടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ 10-15,000 പേരുണ്ട്. അവർക്ക് ഈ 5 അപ്പം ഒന്നുമല്ല. പക്ഷെ എന്നാലും അന്ത്രയോസ് എന്ന് പറയുവാണ് 5 അപ്പം ഉണ്ട്. നാം കാണുന്നു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ശിഷ്യന്മാരിൽ ഒരുവനും
ശെമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? അപ്പൊ അത്രയെങ്കിലും ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് ഈ അന്ത്രയോസിനാണ്. ഒരു പക്ഷേ ഈ 5 അപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതൊന്നും ആവില്ല എന്ന് ബോധ്യത്തോടു കൂടെ തന്നെ 5 അപ്പം ഉണ്ടെന്ന് ഈശോയോട് പറയുമ്പോൾ ഒരു പക്ഷേ ഈശോ ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കും എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ടായിരുന്നിരിക്കാം. അതായിരിക്കും അങ്ങനെ പറയാനുള്ള ഒരു കാരണമെന്ന് നമുക്ക് ഊഹിക്കാം. എന്തായാലും ഇതൊക്കെയാണ് സുവിശേഷങ്ങളിൽ അന്ത്രയോസ് സംസാരിക്കുന്നതായിട്ട് നാം കാണുക. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്രയോസിന്റെ തന്നെ സഹോദരൻ അനിയനായിട്ടുള്ള പത്രോസാണ് ശിഷ്യപ്രമുഖനായിട്ട് മാറുക. പിന്നീട് ശിഷ്യപ്രമുഖനായിട്ട് ഈ പത്രോസ് വരുമ്പോൾ നാം കാണുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ ഈ പത്രോസ് പറയുന്ന ബാക്കി എല്ലാവരും അനുസരിക്കുവാണ്, കൂടെ ചേട്ടനായ അന്ത്രയോസ് അനുസരിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത ആ സംവിധാനത്തോട് വിധേയത്വം ഉള്ളവനായിട്ട് ഈ അന്ത്രയോസ് മുന്നോട്ട് പോകുന്നു എന്നുകൂടെ നമുക്ക് വളരെ വ്യക്തമാണ്. ആദ്യമേ നാം കണ്ടതുപോലെ അന്ത്രയോസിന് വലിയ കാര്യമായിട്ട് വലിയ കഴിവുകളോ മറ്റ് ഒന്നും അവകാശപ്പെടാനില്ല, വലിയ വിദ്യാഭ്യാസമോ ഒന്നും പ്രത്യേകമായിട്ട് അവകാശപ്പെടാനില്ല. പക്ഷേ ഈ അന്ത്രയോസ് തനിക്കുള്ളത്, തൻ്റെ ജീവിതം, തൻ്റെ ശരീരം, തനിക്കുള്ള കഴിവുകൾ അത് ഈശോയ്ക്ക് സമർപ്പിക്കുകയും ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ ഈ അന്ത്രയോസിലൂടെയും കർത്താവ് അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അനേകം ഇടങ്ങളിൽ ദൈവവചന പ്രഘോഷത്തിന് ഇടയാക്കുകയും ചെയ്തു. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്ന ഒട്ടുമിക്ക നഗരങ്ങളിലും ഈ അന്ത്രയോസ് ശ്ലീഹ ദൈവവചനം പ്രഘോഷിച്ചു എന്ന് പറയുക. റഷ്യ വരെ ദൈവവചനവുമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടാകണം എന്നാണ് ചരിത്രകാരന്മാർ പറയുക. റഷ്യയുടെയും ഒപ്പം തന്നെ സ്കോട്ട്ലൻഡിൻ്റെയും മധ്യസ്ഥനായിട്ട് അന്ത്രയോസിനെ കാണുന്നുണ്ട്. അപ്രകാരം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ച അന്ത്രയോസ് അവസാനം മറ്റു ശ്ലീഹന്മാരെ പോലെ തന്നെ രക്തസാക്ഷിയായിട്ടാണ് മരിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കാറുണ്ട്, നമുക്ക് എന്തുണ്ട്, എനിക്ക് വലിയ കഴിവൊന്നുമില്ലല്ലോ, എനിക്ക് പ്രസംഗിക്കാനായിട്ട് സാധിക്കില്ല, എനിക്ക് വലിയ കൗൺസിലിംഗ് നടത്താനായിട്ട് സാധിക്കില്ല, എനിക്ക് വലിയ ചാരിറ്റി പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കില്ല. അങ്ങനെ സ്വയം ചിന്തിച്ചുകൊണ്ട് സ്വയം പിൻവലിയുന്ന ഒത്തിരി പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ ഈ കഴിവ് കുറഞ്ഞ വെറും മുക്കുവനായിരുന്ന വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്ന ഈ അന്ത്രയോസിനെ തിരഞ്ഞെടുത്ത് ഒരു വലിയ അപ്പസ്തോലനാക്കി മാറ്റിയിട്ട് ഈശോ നമ്മുടെ മുമ്പിലൊരു ചോദ്യചിഹ്നം വെക്കുക. നിനക്ക് ഇപ്പോൾ ഉള്ളത് നിന്റെ ശരീരം, നിന്റെ കഴിവുകൾ, നിന്റെ ആയുസ്, നിന്റെ വേദന, നിന്റെ സമയം, അത് നീ എനിക്ക് തരാൻ പറ്റുമോ? അത് നീ എനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഈശോയെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും വലിയൊരു അത്ഭുതമായിട്ട് അനുഗ്രഹമായിട്ട് അനേകർക്ക് രക്ഷയാക്കി മാറ്റാൻ ഈശോയ്ക്ക് സാധിക്കും. പഴയ നിയമ പുസ്തകത്തിൽ രക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണല്ലോ മോശ. ഈ മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, കർത്താവേ, എന്നെ എന്തിനാ വിളിക്കണേ? മോശയുടേതായ ലാംഗ്വേജ് ചോദിക്കുക, എന്നെ എന്തിനാ വിളിക്കണേ? ഞാൻ വിക്കനാ, ഞാനോ ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടി വന്നവനാ, ഇനി അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാ, ഇനി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് സ്ഥാപിക്കണം, നീ പറഞ്ഞ തന്നെ കാര്യമാണെങ്കിൽ പോലും അത് പറയണമെങ്കിൽ എനിക്ക് പറ്റില്ല, വിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിക്കനായ മോശയോട് കർത്താവ് ഒരൊറ്റ കാര്യം പറയണേ, നീ പൊക്കോ, നീ പോകാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ദൈവത്തിൻ്റെ വാഗ്ദാനം ഇത്രമാത്രമാണ്, ഞാൻ കൂടെ വരും. അങ്ങനെ ദൈവം കൂടെ നിന്നതുകൊണ്ട് ഈ വിക്കനായ മോശയിലൂടെ തന്നെ ഫറവോ എന്ന ശക്തനായ രാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനും അവർക്ക് രക്ഷ കൊടുക്കാനും ദൈവത്തിന് സാധിച്ചു. ദൈവത്തോട് ചേർന്ന് മോശ നിന്നപ്പോൾ ആ ദൈവജനത്തിന് രക്ഷ ലഭിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ വലിയ വലിയ കാര്യങ്ങൾ മോശയുടെ കരങ്ങളിലൂടെ ദൈവം ചെയ്യണ സമയത്തും മോശയുടെ വിക്ക് അവിടെ തന്നെ ഇരുന്നു, വിക്ക് മാറിയില്ല. അവൻ്റെ പരിമിതികളും അവൻ്റേതായിട്ടുള്ള ആ ശാരീരികമായിട്ടുള്ള കുറവുകളൊക്കെ അവിടെ ഇരിക്കെ തന്നെ ദൈവം അവനെ ഒരു അനുഗ്രഹമാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മോട് ദൈവം ചോദ്യതാ, നിനക്കുള്ളത് ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുമോ? നിനക്കുള്ളത് ദൈവമഹത്വമാക്കി മാറ്റാൻ പറ്റുമോ? ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യണം? എനിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? ചിലപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരെന്നെ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന സാഹചര്യത്തിന് മനോവിഷമമായിരിക്കാം. അത് ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് ത്യാഗമാക്കി പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അതൊക്കെ അനുഗ്രഹമാക്കി രക്ഷയാക്കി മാറ്റാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവായ ഈശോ. അപ്പം നമുക്കും ഈ അന്ത്രയോസ് എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ മനുഷ്യൻ്റെ, സാധാരണക്കാരനായ മുക്കുവനായ മനുഷ്യൻ്റെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യരുടെ വലിയ അപ്പസ്തോലനായിട്ട് മാറി
വലിയ സ്വർഗീയ കിരീടത്തിന് അർഹനായി എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അതുപോലെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയ്ക്ക് വേണ്ടി ഓടാൻ തയ്യാറായിക്കൊണ്ട്, ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കൊണ്ട്, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അനേകം രക്ഷിക്കാനായിട്ടുള്ള സന്മനസ്സോടുകൂടെ അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും രക്ഷാകരമാക്കി മാറ്റാം. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം അനേകരുടെ അടുത്ത് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് അവസാനം അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിക്കുമ്പോൾ ആ മരണം പോലും വലിയൊരു സാക്ഷ്യമായിരുന്നു. അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിക്കുക അക്കയ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള പേട്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. അവിടെ ആകൃതിയുള്ള ഒരു കുരിശിന്മേൽ അദ്ദേഹത്തെ തറച്ച് അപ്രകാരമാണ് അദ്ദേഹം മരിച്ചു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. ഈ കുരിശിന്മേൽ അദ്ദേഹം 2 ദിവസം കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് 2 ദിവസം കുരിശിന്മേൽ കിടന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഇപ്രകാരം മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഈശോ 3 മണിക്കൂർ കൊണ്ട് കുരിശിൽ കിടന്ന് മരിച്ചു? കാരണം ഈശോയുടെ ശരീരം മുഴുവൻ ചമ്മട്ടിയടികളുടെയും ഒപ്പം മുൾമുടി ധരിപ്പിക്കപ്പെട്ടതിൻ്റെയും ഒക്കെ ധാരാളം മുറിവുകളുണ്ടായിരുന്നു. ഓരോ ചമ്മട്ടിയടിയിലൂടെയും ധാരാളം മുറിവുകൾ, കൊളത്തുകളും ആണികളും കല്ലുകളും ഒക്കെയുള്ള ചമ്മട്ടി കൊണ്ടല്ല അടിക്കപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ശരീരം മുഴുവൻ മുറിഞ്ഞ് ശരീരത്തിലൂടെ രക്തം വാർന്ന് അങ്ങനെ അവശനായ അവസ്ഥയിലാണ് ഈശോ കുരിശിനെ തറക്കപ്പെടുക. അതുകൊണ്ടാണ് ഈശോ 3 മണിക്കൂർ കൊണ്ട് മരിക്കുക. എന്നാൽ ഈശോയുടെ കൂടെ കിടക്കുന്ന 2 കള്ളന്മാരും ഈശോ മരിച്ച പോലെ മരിച്ചില്ല. അതുകൊണ്ടാണല്ലോ അവർ ഇരുവരുടെയും കണങ്കാലുകൾ തകർക്ക വഴിയായിട്ട് രക്തം വാർന്നുപോയി അവർ പെട്ടെന്ന് മരിക്കാൻ വേണ്ടി യഹൂദർ ആവശ്യപ്പെടുകയും അപ്രകാരം പടയാൾ വന്ന് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ അവരെ ഇരുവരുടെയും കണങ്കാല് തകർക്കാൻ വേണ്ടി വന്നപ്പോൾ ഈശോ ഓൾറെഡി മരിച്ചതായിട്ട് കാണപ്പെടുകയും അത് ഉറപ്പിക്കാൻ വേണ്ടി ഈശോയുടെ ചങ്കത്ത് ഹൃദയത്തിലേക്ക് കുന്തം കുത്തിയിറക്കുകയും ചെയ്യുന്നൊരു ഭടന്റെ കാര്യമൊക്കെ നമുക്ക് അറിയാം. അവസാന തുള്ളി വെള്ളവും പുറത്തേക്ക് വന്നു എന്നുകൂടെ നാം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈശോ പെട്ടെന്ന് മരിക്കാൻ കാരണം രക്തം വാർന്നുകൊണ്ടാണ്, അങ്ങനെ മുറിവേൽപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. എന്നാൽ അന്ത്രയോസ് ശ്ലീഹ 2 ദിവസത്തോളം കുരിശിൽ കിടന്നിട്ടാണ് മരിക്കുക. 2 ദിവസത്തോളം കുരിശിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഈ വേദന സഹിച്ച് കിടക്കുക. എന്നാൽ ഈ വേദന സഹിച്ച് കിടക്കാൻ നേരത്ത് അദ്ദേഹം എന്തു പറഞ്ഞു? ചരിത്രപ്രകാരം സാക്ഷ്യപ്പെടുത്തുവാണ്. അദ്ദേഹം ഈ കുരിശിനോട് പറയുവാണ്, ക്രിസ്തുവിൻ്റെ അവയവങ്ങളാൽ പവിത്രീകരിക്കപ്പെട്ട നല്ല കുരിശേ, എത്ര നാളായി നിന്നെ കൊതിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. നോക്കിക്കേ, അദ്ദേഹം പറയുക, ഒരു കൊതിയോടെ പറയുക, നിന്നെ ആഗ്രഹിച്ച് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. കാരണം നീ ക്രിസ്തുവിൻ്റെ ശരീരങ്ങളാൽ, ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെട്ട കുരിശ. നോക്കിയേ, സഹനത്തെ ആ മനുഷ്യൻ സ്വീകരിക്കുന്ന രീതിയാണ്. വീണ്ടും അദ്ദേഹം പറയുവാണ്, ഇതാ ഞാൻ അത് കണ്ടെത്തിയിരിക്കുന്നു, നിന്റെ കരങ്ങളിൽ എന്നെ സ്വീകരിച്ച് ദിവ്യഗുരുവിന് എന്നെ സമർപ്പിക്കുക. നീ വഴി എന്നെ രക്ഷിച്ചവൻ നിന്നിൽ നിന്ന് എന്നെ സ്വീകരിക്കട്ടെ. ഈ കുരിശിയുടെ രക്ഷയൊരുക്കിയ കർത്താവിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് അപ്പസ്തോലൻ പറയുവാണ്, നിന്നിലൂടെ എന്നെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുക. അപ്രകാരം കടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്രകാരം ഈ കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് രക്തസാക്ഷിയായിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധനെക്കുറിച്ച് അറിയുമ്പോൾ, ഈ വിശുദ്ധൻ്റെ സഹനങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ, സഹനത്തിൻ്റെ വേളയിലും സന്തോഷത്തോടെ അത് നേരിട്ടതിനെയും സ്വീകരിച്ചതിനെയും കുറിച്ച് നാം അറിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും ഈ സഹനത്തെ ഈശോയോട് ചേർന്ന് സ്വീകരിക്കാനുള്ളൊരു പ്രചോദനം നമുക്കുണ്ടാകട്ടെ. സഹനത്തിൻ്റെ വേളയിൽ വീണുപോകാതിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സഹനങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം ഈ വിശുദ്ധനെ നമ്മൾ മുമ്പിൽ വെച്ചിട്ട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുക, നിനക്ക് എന്തുകൊണ്ട് ഒരു വിശുദ്ധ ആയിക്കൂടാ? നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, എന്തൊക്കെ കുറവുകളുള്ള വ്യക്തി ആയിക്കോട്ടെ, നമ്മുടെ കുറവുകളിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിന് വിലപ്പെട്ടവരായിട്ട് മാറും. ഒരു വിശുദ്ധിയാകാനുള്ള വിളി നമുക്ക് എല്ലാവർക്കും കർത്താവ് നൽകിയിട്ടുണ്ട്. നമുക്ക് സാധ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് കർത്താവ് വിളി നമുക്ക് നൽകിയിരിക്കുക. അപ്പം അതുകൊണ്ട് ഒരു വിശുദ്ധിയാകാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ആ പരിശ്രമത്തിൽ കർത്താവ് അനുഗ്രഹം ചൊരിയട്ടെ. വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹയും നമുക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കട്ടെ.